നമുക്കിപ്പം മന്ത്രി വി ശിവൻകുട്ടി ചേരുന്നുണ്ട് തത്സമയം. മിനിസ്റ്റർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഇന്നലെ പറയായിരുന്നു ഈ വേനലവധി എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ കരുതി വെച്ചിട്ടുണ്ടാവുമല്ലോ. എഴുതുമ്പോൾ വേനലവധി, പറയുമ്പോൾ വേനലവധി, കവിതയിൽ വേനലവധി. ഇനി അത് മൺസൂൺ അവധിയായിട്ട് മാറുമോ എന്നുള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നു. അങ്ങ് പറഞ്ഞത് ശരിയാണ്. വ്യക്തിപരമായി ഞാനും അങ്ങയുടെ അഭിപ്രായത്തോട് യോജിക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് പേര് ഞങ്ങളോട് അനുകൂലമായിട്ട് പ്രതികരിച്ചു. ചില ആളുകളൊക്കെ ചില ആശങ്കയും പ്രകടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് മെയ് മാസത്തിൽ അവധി കൊടുത്ത് മെയ്യും ജൂണും കൂടി കൊടുത്ത് ജൂലൈ തുടങ്ങിയാലോ എന്നൊക്കെ ചില ആളുകൾ പറയുന്നുണ്ട്. എന്തായാലും ചർച്ച നടക്കുകയാണ്. മന്ത്രി തുടങ്ങി വെച്ച ആ ചർച്ച സജീവമാവുന്നതിൽ സന്തോഷം ഉണ്ടാവുമല്ലോ അല്ലേ? അല്ല, അത് പിന്നെ നന്നായി നടക്കട്ടെ. കാരണം ഇതൊരു 47 ലക്ഷം കുടുംബങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ്. അപ്പം നമ്മളത് വളരെ സൂക്ഷിച്ചാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത്. കൈകാര്യം ചെയ്യുന്നത് കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഈ രൂപത്തിലൊരു ഈ രൂപത്തിലൊരു അഭിപ്രായ പ്രകടനം നടത്തിയത്. ഞാനെൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇത് പോസ്റ്റ് ചെയ്യുന്നത് തികച്ചും വ്യക്തിപരമായ ഒരു അഭിപ്രായമായിട്ടാണ്. ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സമിതി ചർച്ച ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉൾപ്പെട്ടതല്ല. എൻ്റെ 4 വർഷത്തെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ തോന്നിയ കാര്യങ്ങളാണ്. അതായത് ഇപ്പോൾ ഒരുപാട് രക്ഷാകർത്താക്കളും കുട്ടികളും ടെലിഫോണിലൂടെ വിളിക്കാറുണ്ട്. അവർ പറയുന്ന ഒരു 4-5 കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അതെല്ലാം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം, പിന്നെ ഈ കുട്ടനാട് ഭാഗത്ത് ഈ ഇപ്പം നമ്മളുള്ള സിസ്റ്റം എന്ന് പറയുന്ന ജൂൺ മാസം 1-ാം തീയതി സ്കൂൾ തുറക്കുക എന്നുള്ളതാണ്. ഈ പ്രാവശ്യം ജൂൺ മാസം 2-ാം തീയതിയാണ് സ്കൂൾ തുറന്നത്. കാരണം 1-ാം തീയതി സൺഡേ ആയതുകൊണ്ട് 2-ാം തീയതി സ്കൂൾ തുറന്ന്. മഴ പെയ്ത് കഴിഞ്ഞാൽ കുട്ടനാട്ട് ഭാഗത്തുള്ള 6 മാസക്കാലം കുട്ടികൾക്ക് സ്കൂളുകൾ തുറക്കാൻ വേണ്ടി കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. 6 മാസം എന്ന് പറഞ്ഞാൽ കുറച്ചോളൂ, എന്നാലും അത് തുറക്കാൻ വയ്യാത്ത, വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ നിവർത്തിയില്ല. രണ്ടാമത്തെ കാര്യം, ഈ സ്കൂള് പിന്നെ മഴക്കാലമായി കഴിഞ്ഞാൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ, കേരളത്തിൻ്റെ 25% സ്കൂളുകളിലും ദുരിതാശ്വാസ ക്യാമ്പുകളായി ഏതാണ്ട് 3-4 ആഴ്ച കാലം അടച്ചിടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഈ സ്കൂൾ ബസ്സിൽ വരാൻ പിന്നെ ശേഷിയില്ലാത്ത പാവപ്പെട്ട കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മഴ പെയ്തു കഴിഞ്ഞാൽ അവർക്ക് സ്കൂളിൽ വരാനേ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അതുപോലെ ഈ തീരദേശത്തുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവിടെ പട്ടിണിയാണ്. ആ സമയങ്ങളിൽ അവരുടെ മത്സ്യബന്ധന പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി കഴിയില്ല. കുട്ടികൾക്ക് യഥാവധി കാര്യങ്ങൾ നടക്കില്ല. അവർക്ക് സ്കൂളിൽ പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. മലയോര പ്രദേശത്താണെങ്കിൽ രക്ഷാകർത്താക്കൾക്ക് ഉരുൾപൊട്ടലും അതുപോലുള്ള അപകടങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിച്ച് പേടിച്ച് കുട്ടികളെ അയക്കാൻ വേണ്ടി കഴിയാത്ത സാഹചര്യം. ശക്തമായ മഴ പെയ്തു കഴിഞ്ഞാൽ കളക്ടർ എപ്പോഴാണ് അവധി കൊടുക്കാൻ എപ്പോഴും അവധി പ്രഖ്യാപിക്കുമെന്ന് ഇങ്ങനെ രക്ഷാകർത്താക്കൾ ഇങ്ങനെ ഒരു അറിയിപ്പ് കാത്തിരിക്കുന്ന ഒരു രീതി. പിന്നെ കുട്ടികളുടെ ഈ മഴക്കാല രോഗങ്ങളും ഒക്കെ തന്നെ വരുന്നു. അങ്ങനെയൊക്കെയുള്ള ഞാനത് ഇനി ഒരുപാട് ഷേപ്പ് ചെയ്ത് പറയാൻ കഴിയുന്ന കാര്യമുണ്ട്. ഈ മിനിസ്റ്റർ ഒരു രക്ഷിതാവിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചപ്പോഴാണെന്ന് തോന്നുന്നു ഇങ്ങനൊരു ആലോചന വന്നതല്ലേ? അല്ല, രക്ഷിതാവിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഒരു സാധാരണ കുട്ടികളുടെ ഭാഗത്തു നിന്നോ ചിന്തിച്ചാൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. നമുക്ക് ഈ കാര്യത്തെ താത്വികമായി വിലയിരുത്താൻ വേണ്ടി പറ്റില്ല. മനസ്സിലായി. സർക്കാരിന്റെ തീരുമാനമാണെങ്കിൽ പൊതു ഒരു കൺസെൻസ് വരണം. പെട്ടെന്ന് ഈ വലിയൊരു മാറ്റമാണല്ലോ. ആ മാറ്റം വരുമ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള ചില ക്രമീകരണങ്ങളൊക്കെ ഏർപ്പാടാക്കേണ്ടതുണ്ട്. അല്ല, തീർച്ചയായിട്ടും വേണം. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ട് ഈ ഫേസ്ബുക്ക് വന്നിട്ടുള്ള പ്രതികരണം, മുഖ്യമന്ത്രിയെ കണ്ടും ഇങ്ങനെ ഒരു അഭിപ്രായം വന്നിട്ടുണ്ടെന്ന് ബോധ്യപ്പെടുത്തിയിട്ടായിട്ടുണ്ട്. നമ്മുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. വിദ്യാർത്ഥി സംഘടനകൾ, അധ്യാപക സംഘടനകൾ, മാധ്യമങ്ങൾ എല്ലാവരുമായി സംസാരിച്ചിട്ട്, ആരോഗ്യരംഗത്തെ പ്രവർത്തകർ സംസാരിച്ചിട്ട് നമുക്ക് ഏറ്റവും ഗുണകരമായ കാര്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതല്ല ഇപ്പോഴുള്ള പോലെ തന്നെ മുന്നോട്ട് പോയാൽ മതിയെങ്കിൽ അത് അങ്ങനെ തന്നെ. ഇതിലൊരു തർക്കത്തിൻ്റെയോ അല്ലെങ്കിൽ വെല്ലുവിളിയുടെയോ അല്ലെങ്കിൽ ബഹിഷ്കരിക്കുന്നതയോ അങ്ങനെ ഒരു പ്രശ്നം ഇക്കാര്യത്തിൽ കാണേ വേണ്ട. അതുകൊണ്ടാണ് ഒരു അഭിപ്രായമായി ഞാൻ പ്രകടിപ്പിച്ചത്. മിനിസ്റ്റർ, അത് വലിയ പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല, അതൊരു നല്ല ശൈലിയും കൂടിയാണ്. കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിന് മുൻപ്, ഔദ്യോഗികമായി രാഷ്ട്രീയമായി ചർച്ച ചെയ്യുന്നതിന് മുമ്പ് പൊതുജനങ്ങൾക്ക് ചിന്തിക്കാനൊരു സമയം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ലല്ലോ. നമ്മൾ ഈ നേരിട്ടുള്ള ജനാധിപത്യത്തിൽ അങ്ങനെ ഒരു സംവിധാനമുണ്ട്, റഫറൻഡം. അതാണ് യഥാർത്ഥത്തിൽ മിനിസ്റ്റർ യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത്, ഔദ്യോഗികമല്ലെങ്കിൽ കൂടി. അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. മിനിസ്റ്റർ, ഒരു കാര്യം കൂടി, എനിക്ക് ഈ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് നമ്മുടെ കളക്ടർമാരാണ്. ഈ മഴ പെയ്തു എന്നറിഞ്ഞാൽ ഉടൻ തന്നെ കളക്ടർമാരുടെ ഫേസ്ബുക്കിൽ പോയി വിദ്യാർത്ഥികളുടെ ചോദ്യം. നമ്മളടക്കമുള്ള ചാനലുകൾക്കാണെങ്കിലോ നിരന്തരം കമന്റ് ബോക്സിൽ അവധിയുണ്ടോ. അതും കൂടി ഒന്ന് മാറ്റാൻ പറ്റും അല്ലേ?
അല്ല, അത് കളക്ടർമാർക്ക് തന്നെ ഒരു ധൈര്യക്കുറവ് വരും. ഇത് അവധി കൊടുക്കാൻ പറ്റുന്ന മഴയാണോ അല്ലയോ? അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് ജില്ലയിലെ ചുമതലയുള്ള മന്ത്രിമാരെ വിളിച്ച് ചോദിക്കുന്നത് കൊടുക്കണോ വേണയോ. അപ്പം അതെല്ലാം അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ടുള്ള ചില പ്രശ്നങ്ങളാണ്. ഏതായാലും അത് സജീവമായി ചർച്ചകൾ മുന്നോട്ട് പോകട്ടെ. മിനിസ്റ്റർ, ചില പ്രതിപക്ഷ അധ്യാപക സംഘടനകൾ ഇതിനകത്തൊരു ബുദ്ധിമുട്ട് അറിയിച്ചിട്ടുണ്ട്, ചില ആശങ്കകൾ അവർ അറിയിച്ചിട്ടുണ്ട്. നമ്മൾ അവരെല്ലാം കണക്കിലെടുത്തായിരിക്കുമല്ലോ മുന്നോട്ട് പോവുക. അല്ല, തീർച്ചയായിട്ടും നമുക്ക് അനുകൂലമായിട്ട് പറയുന്നതിനേക്കാൾ കൂടുതൽ ആശങ്കകൾ പ്രകടിപ്പിക്കുന്നവരുടെ അഭിപ്രായം കേട്ടാണ് അതിനാണ് പരിഹാരം ഉണ്ടാവേണ്ടത്. ഓക്കെ, അത് വളരെ ഗംഭീരമായൊരു തീരുമാനമാവട്ടെ. അപ്പോൾ വേനലവധി എന്നുള്ളത് മാറി മൺസൂൺ അവധി എന്നുള്ളതായിട്ട് മാറും എന്നുള്ളതാണ് ഏറെ സന്തോഷകരമായ കാര്യം. ഒരു വിഷമമുള്ളത് ആ സമയത്തേക്ക് ഈ കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ട് ഈ പാടങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് കളിക്കാനൊക്കെ പോകുന്ന കുട്ടികളുണ്ടായിരുന്നു. അവർ ക്ലാസ്സിലിരിക്കുമ്പോൾ ഒഴിഞ്ഞു കിടക്കുന്ന പാടങ്ങൾ കാണുമ്പോൾ ഒരു ചെറിയ പണ്ട് നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ആണല്ലോ കുട്ടിയും കോലും കളിക്കാൻ പോകുന്നത് ആ സമയത്തായിരുന്നു. അല്ല, അങ്ങനെയായിരുന്നു നമ്മൾ പിന്നെ കുട്ടിയും കോലും ഒക്കെ കളിച്ചിരുന്ന ആ സമയത്തായിരുന്നു. നമുക്ക് അതൊക്കെ ആലോചിക്കാം. നമുക്കത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തള്ളിക്കളയാൻ വേണ്ടി പറ്റില്ല. ഇതിന് പിന്നെ അതല്ല മറ്റ് ഒരു അഭിപ്രായം തള്ളിക്കളയാൻ പറ്റില്ല. ഈ എല്ലാ 100% എല്ലാ അഭിപ്രായം കൂടെ യോജിച്ച് വരുമല്ലോ. നമുക്ക് ഏതായാലും ഒരു പിന്നെ 50-ന് മുകളിൽ വരുന്ന അഭിപ്രായം എടുത്തുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, ഗംഭീരമാവട്ടെ മിനിസ്റ്റർ. എന്തായാലും വ്യക്തിപരമായി ഞാനതിനോട് യോജിക്കുന്നു. നമ്മുടെ ചാനലും ഈ പറയുന്ന അഭിപ്രായങ്ങളൊക്കെ സമാഹരിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതലും അനുകൂലമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് വരുന്നത്. നമുക്ക് കാത്തിരിക്കാം മിനിസ്റ്റർ. എന്തായാലും അനുകൂലമായൊരു തീരുമാനം ഉണ്ടാവട്ടെ. ഞങ്ങളുടെ ഒരുപാട് പേര് ഈ മഴക്കാലത്ത് അഭിപ്രായപ്പെട്ട കാര്യമാണ് മിനിസ്റ്റർ വ്യക്തിപരമായിട്ടാണെങ്കിലും അത് പങ്കുവെച്ചത്. താങ്ക് യു മിനിസ്റ്റർ, താങ്ക് യു. രാവിലെ നമുക്കിപ്പം ചേർന്നതിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ പ്രേക്ഷകർക്ക് എന്ത് തോന്നുന്നു? മിനിസ്റ്റർ പറഞ്ഞതിനകത്ത് കാര്യമില്ലേ? മിക്കവാറും ഈ മഴക്കാലത്തെ അവധിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. മഴക്കാലത്ത് ഒരു 10-15 ദിവസം എന്തായാലും ചുരുക്കത്തിൽ മിക്കവാറും നമുക്ക് നഷ്ടപ്പെടും. അപ്പം ആ ദിവസം നമ്മൾ അവധിക്കാലമാണെങ്കിൽ ആ പ്രശ്നം ഉണ്ടാവുന്നില്ല. 1. 2, ഈ സ്കൂളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളായിട്ട് മാറുന്നതിൻ്റെ പേരിൽ പല സ്കൂളുകളിലും കുട്ടികൾക്ക് അധ്യയനം മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പം നമ്പർ 2. നമ്പർ 3, മഴക്കാലത്താണല്ലോ ഈ പറയുന്ന പനിയും ചുമയും ജലദോഷവുമായിട്ട് കുട്ടികൾ ഇങ്ങനെ ക്ലാസ്സിൽ കയറി ഇറങ്ങുന്ന അവസ്ഥയുണ്ടാവും. സാധാരണമായിട്ട് വീട്ടിലിരുന്നാൽ ആ പനി കുറയ്ക്കാം. ബാക്കിയുള്ള സമയം നമുക്ക് മെയ് ജൂൺ മാസങ്ങൾ ഏപ്രിൽ മെയ് പഠിക്കാമല്ലോ. പിന്നെ ഏപ്രിലൊക്കെ ഇപ്പം മഴയല്ലേ, കാലാവസ്ഥയൊക്കെ പഴയതുപോലെ മാറുമ്പോൾ നമ്മളും അതിനനുസരിച്ച് മാറാൻ ശ്രമിക്കണം എന്നുള്ളതാണ് എൻ്റെയും വ്യക്തിപരമായിട്ടുള്ള നിലപാട്. ചാനലിൻ്റെ നിലപാടല്ല. അതൊക്കെ ഇനി വിദഗ്ധമായി പഠിച്ചു കഴിഞ്ഞതിന് ശേഷം വേണം. ശാസ്ത്രീയമായ പഠനങ്ങൾ ആവശ്യമുണ്ട്, ക്രമീകരണങ്ങൾ വേണ്ടതുണ്ട്. മാറ്റം വേണമെന്നേ, മാറ്റം ആരും ആഗ്രഹിക്കാത്തത്. ഇപ്പോൾ വേനലവധി എന്നെഴുതി അതിൽ തന്നെ ഇങ്ങനെ കടിച്ചു തൂങ്ങിയിരിക്കരുത്. അതിൽ മാറ്റം വരുന്നത് ഗുണകരമാണെങ്കിൽ അതും കൂടി നമ്മൾ പരിശോധിക്കണം. മിനിസ്റ്റർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വാസ്തവമാണെന്ന് പ്രേക്ഷകർ മനസ്സിലായില്ലേ? ഈ കുട്ടനാട്ടിലെ പിള്ളേർ അവർക്ക് 3-4 മാസം എന്തായാലും പോക്കാം. അപ്പോൾ അതിൽ 2 മാസം അവധിക്കാലമാണെങ്കിൽ ആ പിള്ളേരെ നമുക്ക് രക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു സമവായം ആവശ്യമുണ്ട്. ഇത് ഏതെങ്കിലും തരത്തിൽ കടുംപിടുത്തമില്ല എന്ന് മിനിസ്റ്റർ പറയുന്നത് തന്നെ പ്രധാനപ്പെട്ട കാര്യം. എനിക്കതിനേക്കാൾ ഇഷ്ടപ്പെട്ടത് ഒരു പ്രധാനപ്പെട്ട തീരുമാനം ഇങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് വരാതെ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വരണം എന്ന് ആഗ്രഹിക്കുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമല്ലേ? അപ്പോൾ പ്രിയപ്പെട്ടവരെ, ശിവൻകുട്ടി മിനിസ്റ്റർ അക്കാര്യം വളരെ ഗൗരവത്തിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അത് ആരോഗ്യകരമായ ഒരു സംവാദത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് മിനിസ്റ്റർ ആരും പള്ളു പറയാനൊന്നും പോലെ. മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് എന്താ? അഭിപ്രായങ്ങൾ വരട്ടെ, ആശങ്കകൾ വരട്ടെ, അതാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്നാണ്.